അങ്ങനെ നമ്മൾ താജ്മഹലൊക്കെ കണ്ട് നേരെ ഡൽഹി പോവാണ്. ഇത് കണ്ടോ, ഹോട്ടൽ ആശിഷ് പാലസ്, സ്വന്തം പാലസാന്ന് പറഞ്ഞിട്ട് ഇരുന്ന് അഹങ്കരിക്കുക. അപ്പോൾ നമ്മൾ റൂമിൽ നിന്ന് വെക്കറ്റ് ചെയ്ത് പോവാണ്. 4 hour ഉണ്ട് ഇനി ഡൽഹിയിലേക്ക്. അപ്പോൾ പോണ വഴിയിൽ ഇടയിലൊന്ന് നമ്മൾ വാഷ്റൂം പോകാനൊക്കെ ആയിട്ട് നിർത്തിയതാണ് ഒരു മോളിൻ്റെ അടുത്ത്. അപ്പോൾ അതാണ്ട ഈ ഒരു ചെടി നിൽക്കുന്നു, ഇതെന്താണെന്ന് മനസ്സിലായവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരുപാട് നിൽക്കണ കണ്ടു. അങ്ങനെ അതൊക്കെ കണ്ട് നമ്മൾ ആ ഒരു ധാബ എന്ന് വെച്ചാൽ ഇതൊരു മോളായിരുന്നു. അവിടെ കയറി നമ്മളൊരു ഐസ്ക്രീമൊക്കെ കഴിച്ച് വാഷ്റൂമിലൊക്കെ പോയി നമ്മൾ നേരെ ഫുഡ് കഴിക്കാനാണ് പോയത്. അപ്പോഴത്തേക്കും നമ്മൾ ഡൽഹിയിൽ എത്തിയിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയത്. ഫുഡൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ പോയത് റെഡ് ഫോർട്ട് കാണാനാണ്. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നല്ല തന്നെയായിരുന്നു കേട്ടോ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല രസമാണ് അവിടുത്തെ ഒരു വ്യൂസ് കാണാനും പിന്നെ അതിൻ്റെ കൺസ്ട്രക്ഷൻ കാണാനും എല്ലാം നല്ല രസം. ഈ റെഡ് ഫോർട്ട് എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ, ചുവന്ന കോട്ടയാണ്. അപ്പോൾ ചുവപ്പ് നിറത്തിലാണ് അവിടുത്തെ കൂടുതൽ ബിൽഡിങ്സും വരുന്നത്. എന്നാൽ വൈറ്റ് ഷെയ്ഡിലും ഉണ്ട്. പക്ക വൈറ്റ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ഓഫ് വൈറ്റ് പോലെയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് പോയത് അക്ഷർധാം ടെമ്പിൾ കാണാനാണ്. പക്ഷെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഫോൺ അലൗഡ് ആയിരുന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇന്ത്യ ഗേറ്റ് കാണാൻ പോയി. അപ്പോൾ പോണ വഴിക്കുള്ള കാഴ്ചകളാണ് കേട്ടത്. കുറേ പാനിപ്പൂരിയും അങ്ങനെ കുറേ പാനും സംഭവങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അവിടെയും അത്യാവശ്യം നല്ല തിരക്കുണ്ട്. നമ്മളിവിടെ തെക്കിങ്ങാട് മൈതാനത്തൊക്കെ പോയിരിക്കില്ലേ രാത്രിയൊക്കെ, അതേപോലെയാണ് ഒരുപാട് ആൾക്കാരുണ്ടാവും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് റൂമിൽ പോയി.